السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان وعلمه البيان. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ഏറ്റവും സ്നേഹം നിറഞ്ഞ മുതഅല്ലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ താജുൽ ഉലമയുടെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ സ്നേഹസ്പർശത്തിലും അവിടുത്തോടുള്ള ആദരവിലുമാണ് ഉള്ളാളം പ്രദേശത്ത്, പ്രത്യേകിച്ചും ഇവിടെ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങളുടെ ഹളറത്തിൽ നടക്കുന്ന ഇത്തരം എല്ലാ പരിപാടികളിലും മുമ്പ് പങ്കുചേർന്നിരുന്നത്. അത് നിർത്തിക്കാൻ കഴിയുമോ? കാര്യമായ സംഗതി തന്നെയാ പറയുന്നത്, അല്ല ചെറിയ ചെറിയ എന്തെല്ലോ വിഷയം ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നേരം പോക്ക്. ഒന്ന് നിർത്താൻ പറ. ഞാനിപ്പോ വരുമ്പോ എൻ്റെ അടുത്ത് പഠിച്ച ഒരു മുതഅല്ലിം, ഇപ്പൊ ബിരുദമൊക്കെ എടുത്ത ആളാണ്, അയാൾ മോട്ടോർ സൈക്കിളിൽ പോകുന്നത് കണ്ടു. മോട്ടോർ സൈക്കിളിൽ പോകുമ്പോ ഞാനിങ്ങനെ കാറിൽ വരുമ്പോൾ കണ്ടതാണ്, മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് മോട്ടോർ സൈക്കിളിൽ പോകുന്നത്. അതിന്റെ പുറമെ ഇടക്ക് ആ ഫോൺ എടുത്ത് ഇപ്പുറത്തെ കയ്യിലേക്ക് മാറ്റി പിടിക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് ദേഷ്യം പിടിച്ചു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇനി മേലിങ്ങനെ പോകാൻ പാടില്ല. ആ കുട്ടീനെ സ്നേഹിച്ചിട്ട് പറഞ്ഞാണ്, അല്ലാഹു തആല ആ കുട്ടിക്ക് ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ കുട്ടിയുടെ ബാപ്പ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നാണ്. അപ്പൊ ആ കുട്ടിയുടെ പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടവനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ, നല്ല കുട്ടിയാണ്, അതുകൊണ്ട് ആ കുട്ടിയോടുള്ള സ്നേഹത്തോടെയാണ് ഞാൻ വിളിച്ച് ഉപദേശിച്ചത്. കാരണം ഞാൻ ഖുർആനിൽ നിന്നൊരു ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുത്തു. അയാൾ അങ്ങേതോ ഒരു നാട്ടിലുണ്ട്, ഞാൻ ഇങ്ങോട്ട് ഫോണിൽ ചെയ്താണ്. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി. അല്ലാഹു തആല ഒരു മനുഷ്യനും അവന്റെ ഉള്ളിൽ രണ്ട് ഹൃദയം വെച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ രണ്ട് കാര്യത്തിൽ ഒരേ സമയത്ത് ശ്രദ്ധിക്കാൻ കഴിയൂല. മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ, റോട്ടും കൂടി ഓടിക്കുമ്പോൾ ഒരുപാട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അന്നേരം മൊബൈൽ ഫോണും കൂടി ആയാൽ ഫോണിൽ പറയുന്ന കാര്യത്തിൽ ശ്രദ്ധയും കയ്യിൽ സ്റ്റെയറിങ്ങും ആയാൽ അപകടം വളരെ പെട്ടെന്ന് വരും. അല്ലാഹു കാക്കട്ടെ. കാരണം രണ്ട് സ്ഥലത്ത് ഒരേ സമയത്ത് മനുഷ്യൻ ചിന്തിക്കാൻ കഴിയില്ല.
അതേപോലെ തന്നെ പ്രസംഗിക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് വേറൊന്നും കൂടി ഉണ്ടായാൽ രണ്ടും ശ്രദ്ധിക്കൂല. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിആയ ഇൽമിനെ ഏറ്റിത്തരുമാറാകട്ടെ. ഇവിടെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടികൾക്കും ഇവിടെ അറബി കോളേജിൽ നിന്ന് ബിരുദമെടുത്ത കുട്ടികൾക്കുമൊക്കെ സനദ് കൊടുക്കുന്ന വളരെ ബർക്കത്തുള്ള ഒരു സദസ്സാണിത് എന്ന് ഞാൻ മനസ്സിലാക്കും. ബഹുമാനപ്പെട്ട താജുൽ ഉലമ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവിടുത്തെ സന്താനങ്ങൾ, മക്കൾ, അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിക്കൊടുക്കട്ടെ, നമ്മുടെ കൂടെ നേതൃത്വം നൽകാൻ ഉണ്ട്. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന അല്ലെങ്കിൽ മനഃപ്പാഠമാക്കിയ ചെറിയ മക്കൾ അവർ വലിയ ഭാഗ്യവാന്മാരാണ്. അൽ ഖുർആനു അഅ്ളമു മിൻ കുല്ലി ശൈ. ഖുർആൻ എല്ലാറ്റിനേക്കാളും ബഹുമാനമുള്ളതാണ്. ദൂനല്ലാഹ്, അല്ലാഹുവിനെ ഒഴിച്ച്. കാരണം ശൈഅ് എന്ന് പറയുന്ന വാചകം അറബിയിൽ പറഞ്ഞാൽ ശൈഅ് എന്ന് പറയുന്ന വാചകത്തിൽ അല്ലാഹുവും ഉൾപ്പെടും. നുസമ്മില്ലാഹ ശൈഅൻ ലാ കലശിയാ വദാതൻ ജിഹാത്തി ഖാലി. അല്ലാഹുവിന് ശൈഅ് എന്ന് പറയാം. അങ്ങനെ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഖുർആൻ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനെ സംബന്ധിച്ച് ശൈഅ് എന്ന് പറയാം. സുഹൃത്തുക്കളെ, അതേ സമയത്ത് ലാ കല്ലശിയ, മറ്റുള്ള ശൈഅ്കൾ പോലെയല്ല, മറ്റുള്ള വസ്തുക്കൾ പോലെയല്ല. വദാതൻ ജിഹാത്തി ഖാലി, അല്ലാഹുവിന്റെ ദാത്ത് എന്ന് പറയാം. പക്ഷേ നമ്മുടെ ശരീരങ്ങൾ പോലെ അല്ല, ഒരു ശരീരം പോലെയും അല്ല. അല്ലാഹുവിന് ശരീരം ഇല്ല. അതേ, നമ്മുടെ ശരീരങ്ങൾ അതിന് വലത്ത്, ഇടത്ത്, മേലെ, താഴെ, മുന്ന്, പിന്ന്, ഇങ്ങനെ 6 ഭാഗങ്ങളുണ്ട്. അല്ലാഹുവിന് അങ്ങനെ 6 ഭാഗങ്ങളില്ല. അല്ലാഹുവിന്റെ ദാത്ത് എന്ന് പറയാം, അല്ലാഹുവിന് ശൈഅ് എന്ന് പറയാം. ഇങ്ങനെയാണല്ലോ ബദഉൽ മാലിൽ വിവരിച്ചത്. അപ്പൊ അല്ലാഹു എന്ന് പറഞ്ഞതിൽ എല്ലാം പെടും. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പേര് പറയുമ്പോ വളരെ ശ്രദ്ധിച്ച് പറയണം. ഇമാം റാസി റളിയല്ലാഹു അൻഹു സൂറത്തുന്നൂറിന്റെ തഫ്സീർ പറയുമ്പോ, ഞാനിപ്പോൾ കുറ്റ്യാടിയിൽ 6 ദിവസം സൂറത്തുന്നൂർ സംസാരിച്ചു, എവിടെയും എത്തിയിട്ടില്ല, ബാക്കി പിന്നെ പ്രസംഗിക്കണം. സൂറത്തുന്നൂർ, ആ സൂറത്തുന്നൂറിന്റെ വിവരണത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് പറഞ്ഞു, യഅ്ദുകുമുല്ലാഹു അൻ തഊദു ലിമിസ്ലിഹി അബദാ. ഒരിക്കലും നിങ്ങൾ ഇതിനെ ആവർത്തിച്ചു പോകരുത് എന്ന് അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് മുനാഫിഖായ അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂൽ പരിശുദ്ധ ഇസ്ലാമിക പ്രസ്ഥാനത്തെ തകർക്കാൻ അതിന് നേതൃത്വം നൽകുന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വളരെ അടുപ്പമുള്ള അവിടുത്തെ ഭാര്യമാരിൽ നിന്ന്, അതേ, അവിടുന്ന് ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, നിങ്ങൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് ആയിഷ ബീവിയുടെ നെഞ്ഞിൽ ചാരിയിരുന്നു കൊണ്ടാണ്, അല്ലെങ്കിൽ ചാരിക്കിടന്നുകൊണ്ടാണ്. അതേപോലെ അവിടുന്ന് ഇന്നും അന്ത്യവിശ്രമം കൊള്ളുന്ന ജാറം, അത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരേ പുതപ്പ് പൊതച്ചുകൊണ്ട് കിടക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കൽ ഇറങ്ങി വന്ന് വഴിയറിയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ്
ആയിഷ ബീവിയുടെ അതേ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ആയിഷ ബീവിയെ നബി തങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് വിവാഹം കഴിക്കാൻ നിർദ്ദേശം കൊടുത്തത്. അങ്ങനെ തുടങ്ങിയിട്ട് മറ്റ് പല ഭാര്യമാർക്കും ഇല്ലാത്ത പ്രത്യേകം ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു മഹദിയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. എന്നാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും വളരെ ബഹുമാനിക്കുകയും ആയിഷ ബീവിയെക്കാളും ബഹുമാനമുണ്ടെന്ന് അതാ പല തെളിവുകൾ കൊണ്ടും ബോധ്യപ്പെടുകയും ചെയ്യുന്ന സ്ത്രീയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. ഇരിക്കട്ടെ, ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം പറഞ്ഞു മുനാഫിഖുകൾ. ആ മുനാഫിഖുകൾ പറഞ്ഞ ആരോപണത്തിൽ നല്ലവരായ ചിലരും പെട്ടുപോയിരുന്നു. അതിനെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടി പരിശുദ്ധ ഖുർആൻ ഏകദേശം 18ഓളം ആയത്തുകളിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും വളരെ ശക്തമായി വിമർശിച്ചും ആ സമയത്ത് അതിനെ വിമർശിച്ച് സംസാരിക്കാത്തവരെ പോലും അതാ ശക്തിയായി വിമർശിച്ചുകൊണ്ടും ഖുർആനിൽ ആയത്തിറക്കിയപ്പോൾ അതിൽ അല്ലാഹു തആല പറഞ്ഞ ഒരു കാര്യമാണ് യഅ്ദുകുമുല്ലാഹു അൻ തഊദൂ ലിമിസ്ലിഹി അബദാ. ഇനി മേലിൽ ഒരിക്കലും നിങ്ങളിൽ ഒരാളും ഇതുപോലെയൊന്ന് ആവർത്തിക്കരുത് എന്ന് അല്ലാഹു ഉപദേശിക്കുന്നു. പാടെ ഇമാം റാശി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അല്ലാഹു വഅദ് അറിയുന്നു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് അല്ലാഹുവിനെ പറ്റി വഅദ് എന്ന് പറയാവോ? അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ലാഹു വഅദ് അറിയുന്നു എന്ന് പറഞ്ഞില്ലേ, അല്ലാഹുവിനെ പറ്റി വഅദ് എന്ന് പറയാവോ? ഇമാം റാസി പറഞ്ഞുകൂടാ, വഅദ് എന്ന് പറയാൻ പാടില്ല അല്ലാഹുവിനെ പറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലമക്കും അർറഹ്മാനു അല്ലമൽ ഖുർആൻ, അതുപോലെ അല്ലമക്കും യുഅല്ലിമുക്കും, അങ്ങനെ തുടങ്ങി അല്ലാഹു തആല നിങ്ങളെ പഠിപ്പിച്ചു തരുന്നു എന്ന് പല സ്ഥലത്തും ഉണ്ടല്ലോ. അതുകൊണ്ട് അല്ലാഹുവിനെ പറ്റി മുഅല്ലിമു എന്ന് പറയാവോ? പഠിപ്പിച്ചു തരുന്ന ആളുകൾക്ക് മുഅല്ലിമു എന്ന് പറയാവോ? പറഞ്ഞൂടാ, മുഅല്ലിമു എന്ന് പറഞ്ഞൂടാ. അതുപോലെ അല്ലാഹുവിനെ സംബന്ധിച്ച് വഅദ് എന്ന് പറഞ്ഞൂടാ എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ അല്ലാഹുവിനെ സംബന്ധിച്ച് എങ്ങനെ വാക്കുകൾ ഉപയോഗിക്കണം? അല്ലാഹുവിനെ സംബന്ധിച്ച് വാക്കുകൾ, പേരുകൾ ഉപയോഗിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന പേരുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന പേരുകൾ, അതാണ് അല്ലാഹുവിനെ സംബന്ധിച്ച് ഉപയോഗിക്കേണ്ടത്. അപ്പൊ റഹ്മാൻ, റഹീം, റബ്ബ്, മാലിക്, മലിക്, ഹന്നാൻ, മന്നാൻ, അല്ലാഹ്, ഇങ്ങനെ തുടങ്ങി ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന് മഹത്തായ പേരുകളുണ്ട്. 99 പേരുകൾ ഒരു ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം പേരുകൾ വിളിക്കുക, അങ്ങനെയാണ് വേണ്ടത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിനെ സംബന്ധിച്ച് ശൈഇ എന്ന് പറയാം. അല്ലാഹു തആല തന്നെ ശൈഇ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ബഹുമാനം പറയുമ്പോൾ പറഞ്ഞു, അൽ ഖുർആനു അഅ്ളമു മിൻ കുല്ലി ശൈഇൻ ദൂനല്ലാഹ്. എല്ലാ വസ്തുക്കളെക്കാളും ശ്രേഷ്ഠതയുള്ളതാണ്, ബഹുമാനമുള്ളതാണ് ഖുർആൻ. ദൂനല്ലാഹ്, അല്ലാഹുവിനേക്കാൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം അല്ലാഹുവിന്റെ കലാമാണ് ഖുർആൻ. അല്ലാഹുവിനെ ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും ബഹുമാനമുള്ളതാണ് അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ. ഫമൻ വഖറൽ ഖുർആന, ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ മനഃപ്പാഠമാക്കിയ കുട്ടികൾ അവർ വലിയ ഭാഗ്യവാന്മാരാണ്. ആ ഇരിക്കുന്ന കറുത്ത ഉപ്പായിട്ടവരൊക്കെ അങ്ങനെ ആയിരിക്കും ഞാൻ മനസ്സിലാക്കില്ല, അല്ലേ? അത് ദേവന്റെ കുട്ടികളാ? ഖുർആൻ മനഃപ്പാഠാക്കുന്ന കുട്ടികളില്ലേ? നിസ്കരിക്കാൻ പോയിട്ടുണ്ടാവും. അതെ അതെ, അൽഹംദുലില്ലാഹ്. എനിക്കറിയില്ല, നേരത്തെ ഇവിടെ എങ്ങനെയോ കൊടുത്തതെന്നൊന്നും അറിയില്ല, പിന്നെ വന്നാണല്ലോ. 18 കുട്ടികൾ അൽഹംദുലില്ലാഹ് ഖുർആൻ മനഃപ്പാഠാക്കുന്ന കുട്ടികൾ. ഖുർആൻ മനഃപ്പാഠമാക്കൽ
വലിയൊരു സംഗതിയാണ്. എന്നാ പിന്നെ ദേവാ കോളേജിലെ കുട്ടികളോ അറബിക് കോളേജിലെ കുട്ടികളോ അവർ ഖുർആനിന്റെ ആശയം പഠിക്കുന്നവരാണ്, അവർക്കും വലിയ ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നൽ മലായികത ലതളഉ അജ്നിഹതുഹും, മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞത് ഇൽമു പഠിക്കുന്നവർ. കാരണം അത് ഖുർആനിലുള്ള ആശയമാണ്. ഇൽമു ഫത്ഹുൽ മുഈനിലുള്ളത്, തുഹ്ഫയിലുള്ളത്, അതുപോലെ നമ്മുടെ തഫ്സീർ ജലാലൈനിയിൽ ഉള്ളത്, മിസ്കാത്തിലുള്ളത്, നമ്മുടെ കിതാബുകളിലൊക്കെ ഉള്ളത് ഖുർആനിന്റെ ആശയങ്ങളാണ്. അതുകൊണ്ട് അവരും ഖുർആൻ പഠിക്കുന്നവർ തന്നെയാണ്. പക്ഷേ അത് ഖുർആനിന്റെ അൽഫാദുകൾ, വാചകങ്ങൾ പൂർണ്ണമായി മനഃപ്പാഠമാക്കുന്നവർ ആയിരിക്കില്ല എന്ന് മാത്രം. ഏതായിരുന്നാലും പരിശുദ്ധ ഖുർആൻ അതിനെ ബഹുമാനിച്ചവൻ ഫഖദ് വഖറല്ലാഹ്, അവൻ അല്ലാഹുവിനെ ബഹുമാനിച്ചവനാണ്. വമൻ ഇസ്തഖഫ ബിഹഖിൽ ഖുർആൻ, ഖുർആനിന്റെ വിഷയത്തിൽ ഒരാൾ അതൊരു നോർമന്റാക്കി തള്ളിയാൽ, അതൊരു അവഗണിച്ചു വിട്ടാൽ ഫഖദ് ഇസ്തഖഫ ബിഹഖില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ഹഖിനെ നിസ്സാരമാക്കിയവനാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ ആശയം പഠിക്കുന്ന സ്ഥാപനങ്ങളും പഠിപ്പിക്കുന്ന വേദികളും പഠിക്കുന്ന വിദ്യാർത്ഥികളും മക്കളെ ഖുർആൻ പഠിപ്പിക്കുന്ന ധാരാളം രക്ഷിതാക്കളും വർദ്ധിച്ചു വരണം. വഹമലത്തുൽ ഖുർആനിൽ മഖ്സൂസൂന ബിറഹ്മത്തില്ലാഹിൽ മുഅല്ലിമൂന കലാമല്ലാഹിൽ മുൽബസൂന നൂറുല്ലാഹ് മൻ ആദാഹും ഫഖദ് ആദല്ലാഹ് വമൻ വാലാഹും ഫഖദ് വാലല്ലാഹ്. ഖുർആൻ വഹിക്കുന്നവർ, ഖുർആൻ ചുമക്കുന്നവർ എന്ന് പറഞ്ഞാൽ പീഡിയയിൽ മുസാഫ് വിൽക്കാൻ വേണ്ടി എടുത്തുകൊണ്ടുവന്ന ആളെന്നല്ല. ഹമലത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇങ്ങനെ പെട്ടിയിലാക്കി തലയിൽ വെച്ചിട്ട് പീഡിയെ കൊണ്ടുപോയിട്ട് വിറ്റ് പൈസ ഉണ്ടാക്കണം വിചാരിച്ച് കൊണ്ടുപോകുന്ന ആളെന്നല്ല. മറിച്ച് ഖുർആൻ വഹിക്കുന്നവർ, അദ്ദേഹത്തിനുണ്ട് ബഹുമാനം. കാരണം മുസാഫ് എടുത്ത് വരുന്നണ്ടാ നമ്മൾ എഴുന്നേറ്റിക്കണം. അത് അയാളെ കണ്ടിട്ടല്ല, മുസാഫ് കണ്ടിട്ടാ. അത് നമ്മളെ മദ്രസയിലെ കുട്ടികൾ മദ്രസയിൽ നിന്ന് മുസാഫ് എടുത്ത് വരുന്ന കണ്ടാൽ ബാപ്പയും ഉമ്മയൊക്കെ എണീറ്റിക്കണം. കുട്ടീനെ കണ്ട വകയിലല്ല, മുസാഫ് കണ്ട വകയിൽ എഴുന്നേറ്റിക്കൽ സുന്നത്താ. അതേ സമയത്ത് ഉമ്മ കയറി വരുന്ന കണ്ടാ കുട്ടികൾ എഴുന്നേറ്റിക്കണം, അത് വേറൊരു സുന്നത്താ. ഉമ്മ കയറി വരുന്നതാണ് ആരും എണീറ്റിക്കല്ല, ബാപ്പ കയറി വരുമ്പോൾ എണീറ്റിക്കും. കാരണം അടികിട്ടുന്നത് പേടിച്ചിട്ട് അല്ലേ. ഉമ്മ കയറി വരുമ്പോഴും എഴുന്നേറ്റിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു അദമാണ്. ഉമ്മയാണ് ഏറ്റവും വലിയ ഉസ്താദ്. ഉമ്മാനെ കാണാൻ വലിയൊരു ഉസ്താദ് വേറെ ആരാ? ഞാൻ ഇന്ന് രാവിലെ ഒരു ക്ലാസ് എടുത്തു. നമ്മുടെ വെക്കേഷൻ സമയത്ത് സ്പെഷ്യലായി വെക്കേഷൻ ക്ലാസ്സിന് വേണ്ടി വന്ന കുറെ കുട്ടികളുണ്ട്, പല നാട്ടിൽ നിന്ന് വന്ന കുട്ടികൾ. അതിൽ കുറെ 10ാം ക്ലാസ്സുകാർ 9ാം ക്ലാസ്സുകാരൊക്കെ ഉണ്ട്. അവർക്ക് ഞാനൊരു ക്ലാസ് എടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, ഏറ്റവും വലിയ ഉസ്താദ് ആരാണ്? ഏറ്റവും വലിയ ഉസ്താദ് ഉമ്മയാണ്. കാരണം മദ്രസയിൽ നിന്ന് ഉസ്താദി നമുക്ക് പഠിപ്പിച്ചു തന്നു. വലത്തെ കൈ ഒതുവെടുക്കുമ്പോൾ ആദ്യം കഴുകണമെന്ന്. വലത്തെ കൈ ഏതാണെന്ന് പഠിപ്പിച്ചു തന്ന ആരാ? അത് ഉമ്മയാണ്. കൈ ഏതാന്ന് പഠിപ്പിച്ചു തന്ന ഉമ്മയാണ്. വലത്തെ കൈ ഏതാണെന്ന് പഠിപ്പിച്ചു തന്ന ഉമ്മയാണ്. അത് എത്ര അധ്വാനിച്ചിട്ടാ പഠിപ്പിച്ചെന്നറിയോ? സുബ്ഹാനല്ലാഹ്, 100 പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടും പാടായിട്ടില്ല. പിന്നെയും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചാണ് ഉമ്മ. അപ്പൊ ഉമ്മയാണ് ഏറ്റവും വലിയ ഉസ്താദ്. ഉമ്മാനെ കാണുമ്പോ എന്തായാലും എഴുന്നേറ്റ് നിൽക്കണം. ബാപ്പാനെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കണം. ഉസ്താദുമാരെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കണം. സയ്യിദന്മാരെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കണം. തങ്ങന്മാരെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കണം. കാരണം അവരെ ശരീരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരംശം ഉണ്ട്. അതുകൊണ്ട് അവരെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കലാണ്. ഒരു തങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റിക്കുക എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കലാണ്. ആലിമീങ്ങളെ കാണുമ്പോൾ ബഹുമാനിക്കണം. അവരുടെ ശരീരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംശമില്ലെങ്കിലും അവരുടെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്ത സ്വത്ത് അത് ഇൽമാണ്. അത് പണ്ഡിതന്മാരെ മനസ്സിൽ ഉണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്. സുഹൃത്തുക്കളെ, അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തെയും ബഹുമാനിക്കണം. കേട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഹമലത്തുൽ ഖുർആൻ,
ഖുർആൻ ചുമന്നിട്ടുള്ളവർ അഥവാ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുള്ളവർ, ഖുർആനിന്റെ ആശയം പഠിച്ചിട്ടുള്ളവർ, അൽ മഖ്സൂസൂന ബിറഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സ്പെഷ്യലായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണവർ, അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടിയവരാണവർ. അൽ മുഅല്ലിമൂന കലാമല്ലാഹ്, ഖുർആൻ വഹിച്ചിട്ടുള്ള, ഖുർആൻ മനഃപ്പാഠമാക്കിയവർ, അല്ലാഹുവിന്റെ കാരുണ്യം പ്രത്യേകമായി ലഭിച്ചവരാണ്. അൽ മുഅല്ലിമൂന കലാമല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ. അവർ അതാ അല്ലാഹുവിന്റെ പ്രകാശം ധരിപ്പിക്കപ്പെട്ടവരാണ്. മൻ ആദാഹും, ആ പണ്ഡിതന്മാരോട് അല്ലെങ്കിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയവരോട് വല്ലവനും എതിർപ്പ് കാണിച്ചാൽ, ശത്രുത വെച്ചാൽ, ഫഖദ് ആദല്ലാഹ്, അവൻ അല്ലാഹുവിനോട് ശത്രുത വെച്ചവനാണ്. അല്ലാഹുവിനോട് ശത്രുത വെച്ചവനാണ്, പണ്ഡിതന്മാരോട് ശത്രുത വെച്ചവൻ. വമൻ വാലാഹും, വല്ലവനും പണ്ഡിതന്മാരോട്, ഖുർആൻ മനഃപ്പാഠമാക്കിയവരോട്, ഖുർആനിലെ വാചകം അതിന്റെ ആശയം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരോട് നല്ല നിലയ്ക്ക്, നല്ല സ്വഭാവത്തോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ വർത്തിച്ചാൽ, ഫഖദ് വാലല്ലാഹ്, അവൻ അല്ലാഹുവിനോട് സൗഹൃദമായി ജീവിച്ചവനാണ്. അല്ലാഹുവിന്റെ ശത്രുത അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമു പഠിച്ച പണ്ഡിതന്മാരോട് എതിർപ്പുള്ളവനാണ്. അല്ലാഹുവിന്റെ സ്നേഹം, അല്ലാഹുവിനെ സ്നേഹിച്ചവർ അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമു പഠിപ്പിക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരോട് നല്ല നിലക്ക് നിൽക്കുന്നവരാണ്. വഹുർമതുഹും അലൽ മുഅ്മിനീന, ആ ഇൽമു പഠിച്ചവർക്കുള്ള ബഹുമാനം മറ്റ് സാധാരണ മുഅ്മിനീങ്ങളെക്കാൾ, സാധാരണ സത്യവിശ്വാസികളെക്കാൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുടെ ബഹുമാനം കഹുറുമത്തി ഉമ്മഹാത്തിഹിം അലൈഹിം. ഈ മംഗലാപുരത്ത് ഒരു കടയിൽ ഒരാൾ വെളിച്ചെണ്ണ വാങ്ങാൻ വന്നു. വെളിച്ചെണ്ണ തന്നെ മനസ്സിലാവില്ല, ഇവിടെ വെളിച്ചെണ്ണ വാങ്ങാൻ വന്ന് അതിനെ വെളിച്ചെണ്ണ ഇങ്ങനെ അയാൾക്ക് കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കാണ് ഒരാള്. അപ്പൊ എന്ത് ചെയ്യുന്ന അറിയോ, കുപ്പി ഇങ്ങനെ തുറന്നു പിടിക്കുന്നതിന് പകരം തിരിച്ചിങ്ങനെ പിടിച്ചു കൊടുത്തു, ഇങ്ങനെ കമീത്തി പിടിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, വെളിച്ചെണ്ണന്റെ പൈസ പോയി എന്നല്ലാതെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തവന്റെ വെളിച്ചെണ്ണയും പോയി, ഇയാൾക്ക് വെളിച്ചെണ്ണന്റെ ഈ പാത്രത്തിന്റെ മേലെ മുഴുവൻ വെളിച്ചെണ്ണയായിട്ട് എടുത്ത് കൊണ്ടുപോകാതിരിക്കാനുമായി വെളിച്ചെണ്ണോട്ട് കിട്ടിയതുമില്ല. ഇതുപോലെ തന്നെയല്ലേ ഒരാൾ എന്തെങ്കിലും ഒരു ഇൽമു പറയുമ്പോ നമ്മൾ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കിയാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പാത്രം തിരിച്ചു പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരാൾ കണ്ണിൽ മരുന്നിട്ടിച്ചു കൊടുക്കാൻ നോക്കുകയാണ്, കണ്ണിൽ മരുന്നിട്ടിച്ചു കൊടുക്കാൻ നോക്കുമ്പോ ഒരാൾ കണ്ണിന്റെ പോളാങ്ങ് ചിമ്മിക്കളഞ്ഞു, പിന്നെ മരുന്നിട്ടിച്ചിരുന്ന കാര്യം. സുബ്ഹാനല്ലാഹ്. ഓ സഹോദരന്മാരെ, അപ്പോ വഹുർമതുഹും അലൽ മുഅ്മിനീന കഹുർമതി ഉമ്മഹാത്തിഹിം അലൈഹിം, സാധാരണക്കാരായ സത്യവിശ്വാസികൾ അവർക്ക് അവരെക്കാൾ ഇൽമു പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർക്കുള്ള ബഹുമാനം അവരുടെ ഉമ്മമാർക്ക് അവരെക്കാളുള്ള ബഹുമാനം പോലെയാണ്. ഓരോരുത്തന്റെ ഉമ്മാക്ക് അവനേക്കാൾ വലിയ ബഹുമാനമില്ലേ? ഈ മകൻ എത്ര വലിയ തങ്ങളായാലും എത്ര വലിയ മൊയ്യാരായാലും ഉമ്മ ഉമ്മന്നല്ലേ? ഉമ്മാന്റെ ബഹുമാനത്തിന് വല്ല കുറവുണ്ടോ? ഇയാൾ പഠിച്ച് വലിയ ബിരുദെടുത്ത മുസ്ലിയാരായി, അതുകൊണ്ടെന്താ അയാൾ ഉമ്മന്നല്ലേ? ഉമ്മാന്റെ ബഹുമാനുണ്ടോ ഇയാൾക്കുണ്ടാകുന്നത്? അയാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഉമ്മ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട ആള് തന്നെയാണ്. ഉമ്മാന്റെ പൊരുത്താണ് അയാൾക്ക്. ഞാൻ വലിയ മൊയ്യാരാന്നിട്ട് കാര്യമില്ല, ആ ഉമ്മാന്റെ പൊരുത്തമാണ് അദ്ദേഹത്തിന് വേണ്ടത്. ഇതുപോലെ ഏത് മുഅ്മിനീങ്ങൾക്കും അവരവരുടെ ഉമ്മക്ക് അവരെക്കാൾ എത്ര ബഹുമാനമുണ്ടോ അതുപോലെയാണ് പണ്ഡിതന്മാർ, ഇൽമു പഠിപ്പിക്കുന്നവർ. കാരണം ഉമ്മ കൊടുത്തത് മുലപ്പാലാണ്. മുലപ്പാല് മരിക്കുന്നത് വരെയുള്ള ജീവിതത്തിന് പര്യാപ്തമാണ്. പണ്ഡിതന്മാർ നൽകുന്നതോ
മരിച്ചതിന് ശേഷം കാലകാലം കാലകാലം, അതൊരു 100 കൊല്ലമല്ല, 100,000 കൊല്ലമല്ല, 100 കോടി 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 വർഷമല്ല, തീരാത്ത കാലം ജീവിക്കാനുള്ള ഭക്ഷണവും വെള്ളവും സുഖസുന്ദരമായ ജീവിതവും ലഭിക്കാൻ ആവശ്യമായ അറിവ് നൽകുന്നവരാണ് പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ ആത്മീയ രംഗത്തുള്ള ഉമ്മമാരാണവർ. ആത്മീയ രംഗത്തുള്ള ഉമ്മ ബാപ്പയുടെ സ്ഥാനത്താണ് പണ്ഡിതന്മാർ. അതിനാൽ പണ്ഡിതന്മാർ അവരുടെ ഉമ്മമാർക്കുള്ള ബഹുമാനം പോലെയാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറയുകയാണ്, യാ ഹമലത്തുൽ ഖുർആൻ, ഓ ഖുർആൻ വഹിക്കുന്ന പണ്ഡിതന്മാരെ, ഖുർആൻ മനഃപ്പാഠമാക്കുന്നവരെ, ഖുർആന്റെ ആശയം പഠിക്കുന്നവരെ, അത് പഠിച്ചവരെ, ഇസ്തഹിബൂ ഇലല്ലാഹി ബിതൗഖീരി കിതാബിഹി യസിദുകും ഹുബ്ബാ. നിങ്ങൾ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ ബഹുമാനിച്ചുകൊണ്ട്, ഖുർആനിനെ ആദരിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് സ്നേഹം കൂടുതൽ പ്രകടിപ്പിക്കണം. ഖുർആനിന്റെ ബഹുമാനം കണക്കിലെടുത്ത് ഖുർആനിന്റെ ആശയം അധ്വാനിച്ച് പഠിപ്പിക്കാൻ നോക്കണം, അധ്വാനിച്ച് പഠിക്കാനും നോക്കണം. ഇസ്തഹിബൂ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിനെ അങ്ങേയറ്റം ബഹുമാനിക്കണം. എല്ലാ മുതഅല്ലിമീങ്ങളും എല്ലാവരും ശ്രദ്ധിക്കണം. മുസ്ഹഫ് വളരെ ബഹുമാനിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യും. ഞാൻ ഈ അടുത്ത് ഒരു പള്ളിയിൽ പോയി. ഞാൻ ആ പള്ളി കമ്മിറ്റിയുടെ ഒരു ഉത്തരവാദപ്പെട്ട ആളും കൂടിയാണ്. ഞാൻ അവിടെ ചെന്നപ്പോ പള്ളിയിലിരിക്കുമ്പോൾ ഞാൻ കണ്ടു, പള്ളിക്ക് ചുമരിന്റെ മേലെ ഒരു ബോർഡടിച്ചിട്ടുള്ള ഒരു ബെർത്തുണ്ട്. ആ ബോർഡടിച്ച ബെർത്തിന്റെ മേലെ കുറെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മക്കൾ അതിൽ പിന്നെ എടുത്താൽ പോരെ. ഇതിലിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ നടന്ന ആൾക്കാർ നിങ്ങളെ നോക്കുള്ളൂ. സഹോദരന്മാരെ, അങ്ങനെ പള്ളിന്റെ ചുമരിന്റെ മേലെയുള്ള ബെർത്ത്, അതിന്റെ മുകളിൽ കുറെ പഴയ ഖുർആൻ മുസ്ഹഫ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന്റെ മേലെ മാറാല കെട്ടിയിട്ടുണ്ട്. മാറാല എന്ന് ഇവിടെ മനസ്സിലാവും, വണ്ണാത്തുമ്പലാണ് ചില സ്ഥലത്ത് വണ്ണാത്തുമ്പല കെട്ടിയിട്ടുണ്ട്. അതുപോലെ പല്ലികളും മറ്റൊക്കെ അതിലിങ്ങനെ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ വൃത്തികേടായിരിക്കും ആ മുസ്ഹഫിന്റെ മേലെ വരിക. ഞാനത് കണ്ടപ്പോ എന്റെ മനസ്സിന് വല്ലാത്ത വേദന. പക്ഷേ നിസ്കരിച്ച് ദുആ കഴിഞ്ഞ ഉടനെ അവിടുത്തെ മാനേജറോടോ അല്ലെ ഉസ്താദിനോടോ പറയണമെന്ന് വിചാരിച്ച് മറന്നുപോയി. പിന്നെ അത് ഓർമ്മയായത് ഏതോ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ വണ്ടിന്ന് ഓർമ്മയായി. ഞാൻ ഉടനെ മാനേജറെ ടെലിഫോൺ ചെയ്തു, ഓർമ്മയായപ്പം വിളിച്ചു. ഞാൻ പറഞ്ഞു, ആ പള്ളിന്റെ ചുമരിന്റെ മേലുള്ള ബർത്തിന്റെ മുകളിലുണ്ട് കുറെ പഴയ മുസ്ഹഫ്. ആരും തിരിഞ്ഞോക്കാതെ ഇങ്ങനെ വണ്ണാത്തുമ്പല കെട്ടാനും അതുപോലെ തന്നെ പല്ലിക്ക് കയറി ഇറങ്ങാനും. പല്ലി കയറി ഇറങ്ങൽ മാത്രമല്ല, പല്ലി അതിന്റെ അങ്ങേപ്പുറം ചെയ്യും. അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോ കുറെ മുസ്ഹഫ് വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ അതെടുത്ത് നല്ല ബൈൻഡ് ചെയ്ത് വൃത്തിയാക്കി എന്നിട്ട് നമ്മളത് ഓതാൻ വേണ്ടി ഉപയോഗിക്കും. ഇനി ഓതാനൊരു നിലക്ക് ഉപയോഗിക്കാൻ കഴിയൂലേ? അത് നമുക്ക് ഹുർമത്തോടുകൂടി സൂക്ഷിക്കാൻ കഴിയൂലേ? എന്നാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ അത് നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വെച്ച് തീ കൊടുത്ത് കരിച്ച്, എന്നിട്ട് അതിന്റെ വെണ്ണീർ വേണമെങ്കിൽ കിണറ്റിലോ പുഴയിലോ അല്ലെങ്കിൽ കടലിലോ മറ്റോ കൊണ്ടുപോയി പാറ്റിക്കളയാം, കലക്കിക്കളയാം. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ അത് വളരെ ശ്രദ്ധിക്കണം, വളരെ ബഹുമാനിക്കണം. ബഹുമാനമില്ലെങ്കിൽ, അദബില്ലെങ്കിൽ അതിന്റെ തകരാറ് നമ്മുടെ സ്ഥാപനങ്ങൾക്കുണ്ടാകും. ബർക്കത്തുകൾ നഷ്ടപ്പെട്ടു പോകും, മുസീബത്തുകൾ വരും, പല സംഗതികളും വരാൻ അത് കാരണമായി പോകും. സുഹൃത്തുക്കളെ, ഒരു വെറും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മാത്രം എഴുതിയ കടലാസ് നിലത്ത് കണ്ടപ്പോൾ
അത് എടുത്തുകൊണ്ടുവന്ന് അതേ ആ കടലാസ് എടുത്തുകൊണ്ടുവന്ന്